അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ മിൽക്കാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പ് കൊണ്ട് ഒരു കപ്പ് അവിൽ ഞാനിതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 റോബസ്റ്റ് പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാമാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് പാലും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച് നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നന്നായിട്ട് റോസ്റ്റായി കിട്ടണം. ഇപ്പോൾ ഇത് നമ്മളുടെ അവിൽ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബദാം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ മിക്സിയുടെ ചെറിയ ജാറാണ്. അതിലേക്ക് നമ്മളുടെ ബദാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ ബദാം നന്നായിട്ട് തന്നെ ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മളുടെ മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് റോബസ്റ്റ് പഴം ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാനിതാ പാൽ ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്രഷ് ചെയ്ത ബദാം കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിൽ ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ബദാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലേശം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബദാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്തിരി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊക്കെ കുടിക്കാൻ തോന്നുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി എല്ലാവരും പഴം അവിലൊക്കെ കിട്ടുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.